നമസ്കാരം. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല. എന്നാൽ സമീപകാലത്തായി ഇന്ത്യയിലെ വൻ പാർട്ടികൾ മുൻപില്ലാത്ത വിധത്തിൽ വൻ തുകകൾ സംഭാവനയായി കൈവശപ്പെടുത്തുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇത് പ്രകാരം കഴിഞ്ഞ 2 വർഷങ്ങളിൽ BJPക്ക് സംഭാവനയായി ലഭിച്ചത് 2000-ഓളം കോടി രൂപയാണ്. എന്നാൽ ഈ 2 വർഷങ്ങളിൽ കോൺഗ്രസിന് ലഭിച്ചത് 350 കോടി മാത്രം. ഇരു പാർട്ടികളുടെയും പാതിയോളം ഫണ്ടിന്റെ സോഴ്സ് ആർക്കും അറിയില്ലെന്നതും ആശങ്ക ഉയർത്തുന്നതാണ്. ഈ കേസിൽ സംഭാവനയുടെ വിശദാംശങ്ങൾ പാർട്ടികൾ അറിയിക്കണമെന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ വിവരങ്ങളെല്ലാം പുറത്ത് വിടേണ്ടി വരും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബെഞ്ചിന് മുൻപാകെ ഇലക്ഷൻ കമ്മീഷന്റെ സീനിയർ അഭിഭാഷകനായ രാകേഷ് ദ്വിവേദിയാണ് ഞെട്ടിപ്പിക്കുന്ന ഈ സംഭാവന കണക്കുകൾ ബോധിപ്പിച്ചിരിക്കുന്നത്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അഥവാ ADR സമർപ്പിച്ച പെറ്റീഷനെ തുടർന്നാണ് ഇത് സംബന്ധിച്ച ഹിയറിംഗ് അരങ്ങേറിയത്. ഇലക്ടറൽ ബോണ്ടുകളിലൂടെ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളിൽ സുതാര്യത വേണമെന്ന് വാദിക്കുന്ന ഗ്രൂപ്പാണ് ADR. ഈ കേസിലാണ് വിവരങ്ങൾ അറിയിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സീൽ ചെയ്ത കവറിൽ വിവരങ്ങൾ കൈമാറാനാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 രാഷ്ട്രീയ പാർട്ടികളുടെ ഞെട്ടിപ്പിക്കുന്ന സംഭാവന കണക്കുകൾ ഇത്തരത്തിൽ പുറത്തു വരുമ്പോൾ സത്യസന്ധമായ ജനാധിപത്യത്തിന് നേരെ ചോദ്യങ്ങൾ ഉയർന്നുവെന്നും നിരവധി പേർ എടുത്തുകാട്ടുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷനാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സംഭാവന കണക്കുകൾ പുറത്തുവിട്ടത്. ഇത് പ്രകാരം 2016-2017 BJPക്ക് ലഭിച്ചിരിക്കുന്നത് 997 കോടി രൂപയും 2017-18 990 കോടി രൂപയുമാണ്. ഇതേ കാലത്ത് കോൺഗ്രസിന് ലഭിച്ച സംഭാവനയേക്കാൾ 5 ഇരട്ടി കൂടുതലാണിത്. ഇത്തരത്തിൽ സോഴ്സുകൾ വെളിപ്പെടുത്താതെ പാർട്ടികൾ സ്വീകരിക്കുന്ന വൻ സംഭാവനകൾ അഴിമതി, കള്ളപ്പണം എന്നിവയ്ക്ക് പ്രേരകമാകുമെന്നും ഈ ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. ഇലക്ടോറൽ ബോണ്ടുകൾ കോർപ്പറേറ്റ് ഹൗസുകൾ, വ്യവസായ പ്രമുഖർ എന്നിവർക്ക് നേട്ടമുണ്ടാക്കുന്നതിനാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് ADRന്റെ കൗൺസിലറായ പ്രശാന്ത് ഭൂഷൺ വാദിച്ചത്. ഇത്തരത്തിൽ ബിസിനസ്സുകാരും കോർപ്പറേറ്റുകളും ഭരിക്കുന്ന പാർട്ടിക്ക് ഉറവിടം വ്യക്തമാക്കാതെ സംഭാവന നൽകി ഭരണത്തെ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സ്വാധീനിക്കുന്നുവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉറവിടം വെളിപ്പെടുത്താത്ത സംഭാവനകളാണ് ഇക്കാലത്തിനിടെ BJP സ്വീകരിച്ച പണത്തിലേറെയുമെന്നും പ്രശാന്ത് വാദിക്കുന്നുണ്ട്. എന്നാൽ പ്രശാന്ത് ഭൂഷന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വാദിച്ച് അറ്റോർണി ജനറൽ KK വേണുഗോപാലും രംഗത്തെത്തി. എന്നാൽ പ്രശാന്തിന്റെ വാദം ശരിയാണെന്ന് തെളിയിക്കുന്നതിന് രാകേഷ് ദ്വിവേദി 2 പേജ് വരുന്ന രേഖ ബെഞ്ചിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. ഇതുപ്രകാരം BJP സ്വീകരിച്ചിരിക്കുന്ന സംഭാവനകളിൽ കടുത്ത ആശങ്കയുണ്ടെന്നും ദ്വിവേദി ബോധിപ്പിക്കുന്നു. ഇത് പ്രകാരം 2017-18 BJP 222 കോടി മൂല്യമുള്ള 520 ബോണ്ടുകൾ സ്വീകരിച്ചുവെന്നും ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്നും ബോധിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 221 കോടി രൂപ മൂല്യമുള്ള മറ്റൊരു 511 ബോണ്ടുകളും BJP സ്വീകരിച്ചിട്ടുണ്ട്. ഇലക്ടറൽ ബോണ്ടുകളിലൂടെ നേടിയ 210 കോടി രൂപയുടെ റെസിപ്റ്റ് BJP കാണിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച സംഭാവനയിൽ 95% വരും ഇതെന്നും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. 2017-18 BJP 210 കോടി രൂപ വാങ്ങിയപ്പോൾ മറ്റെല്ലാ പാർട്ടികൾക്കുമായി ഇലക്ടറൽ ബോണ്ടുകളിലൂടെ 11 കോടി മാത്രമാണ് ലഭിച്ചതെന്നും ഇതിലൂടെ വ്യക്തമാകുന്നുവെന്നും ദ്വിവേദി ബോധിപ്പിക്കുന്നു. 2016-17 കാലത്ത് BJP 997 കോടി രൂപയാണ് വാങ്ങിയത്. ഇതിൽ 468 കോടി അജ്ഞാതരായ വ്യക്തികളിൽ നിന്നും സംഭാവനയായി വാങ്ങിയതാണ്. അതേസമയം കോൺഗ്രസ് 180 കോടി സംഭാവനയായി വാങ്ങി. ഇതിൽ 138 കോടി രൂപ പേര് വെളിപ്പെടുത്താത്തവരിൽ നിന്നാണ്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.